അടുത്ത ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൽ വരുന്ന ഒരു ഫങ്ഷനാണ്. അതിപ്പോൾ നമ്മൾ പ്ലാനിംഗ് ആണെങ്കിലും ഓർഗനൈസിങ് ആണെങ്കിലും അല്ലെങ്കിൽ ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കോർഡിനേഷൻ, ഇത് ഏതൊരു ഫങ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് എസെൻഷ്യലായിട്ട് വരുന്ന ഒരു ഫങ്ഷനാണ് കമ്മ്യൂണിക്കേഷൻ. സോ ഏത് ഫങ്ഷനിലും അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും പെർവാസീവായിട്ടുള്ളൊരു ഫങ്ഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് വരുന്നത് ആൻഡ് വേരിയസ് ബാരിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം അതിൽ നമുക്കതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ഡെഫിനേഷൻ കേറ്റ് ഡേവിസിൻ്റെതാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പാസിംഗ് ഇൻഫോർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അത് മറ്റേ ആൾക്കും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന അതേ മീനിങ്ങോട് കൂടെ തന്നെ കൺവേ ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മളൊരു പ്രോപ്പർ ഓർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓർ ന്യൂമാൻ ആൻഡ് സമ്മർ ഡിഫിനിഷനിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മീൻസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫാക്റ്റ്, ഐഡിയാസ്, ഒപ്പീനിയൻ, ഇൻഫോർമേഷൻ ഓർ ഇമോഷൻസ് ബൈ ടു ഓർ മോർ പേഴ്സൺ. അപ്പോൾ ഈ ഡെഫിനിഷൻസിൽ തന്നെ നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും അവിടെ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുന്ന സമയത്ത് അതല്ലെങ്കിൽ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ രണ്ടോ അതിൽ കൂടുതലോ പേഴ്സൺ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മെസ്സേജ് കൺവേ ചെയ്യാനുള്ളൊരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ഇറ്റ് മേ ബി റിട്ടേൺ ഓർ ഓറൽ ഫോമിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? നമ്മൾ പറയുന്ന കാര്യം ആരാണോ ലിസണർ അല്ലെങ്കിൽ റിസീവർ, അയാൾ റിസീവ് ചെയ്ത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തരുമ്പോഴാണ്. ജസ്റ്റ് നമ്മൾ പറയുക മാത്രമാണെങ്കിൽ അതിനെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ടു വേ പ്രോസസ്സ്. ടു വേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയുന്നുണ്ട്, അത് മറ്റേ ആൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും വേണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസീവർ എന്ത് ചെയ്യണം? ഒന്നിക്കിൽ ചിലപ്പോൾ അയാളുടെ ചില ജസ്റ്റേഴ്സിലൂടെ നമുക്കത് മനസ്സിലാകും, ചിലപ്പോൾ അയാളുടെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് മനസ്സിലാകും കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ടു വേ പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആകുന്ന സമയത്ത് അവർക്ക് അവരുടെ പോളിസീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും ഒക്കെ പാസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ചാനൽസിലൂടെയാണ്. അതല്ല നമുക്ക് തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പീനിയൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്സ്, ഇതൊക്കെ അപ്വേർഡായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനുമാണ്. സോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്, ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? അതിൽ ആദ്യത്തത് ടാക്ട് ആസ് എ ബേസിസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. എന്താണ്? ഇപ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ, അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് അതല്ലെങ്കിൽ നമുക്കൊരു പോളിസി സെറ്റ് ചെയ്യുന്നതിനൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ല, ഡിസിഷൻ മേക്കിംഗ് ആണ് ഉദ്ദേശിച്ചത്. ആക്ട് ആസ് ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ എന്താണോ അത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഓർഗനൈസേഷൻ്റെ ബാക്കി എല്ലാ എംപ്ലോയീസിൻ്റെയും എഫേർട്ട് നമുക്ക് അതിലേക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു ബേസിസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ആക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് മാറ്റുക. ദെൻ രണ്ടാമത്തത് ബേസിസ് ഫോർ കോർഡിനേഷനാണ്. കോർഡിനേഷൻ എപ്പോഴാണ്? കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഫങ്ഷൻ ആണെങ്കിലും ആ ഒരു കോർഡിനേഷൻ എല്ലാ ലെവൽസിലും ആവശ്യമായിട്ട് വരുന്നതുണ്ട്. ഡിഫറെൻറ്റ് എംപ്ലോയീസിൻ്റെ കോർഡിനേഷൻ ആവശ്യമായിരിക്കും, എംപ്ലോയീസും മാനേജേഴ്സും തമ്മിലുള്ള കോർഡിനേഷൻ ആവശ്യമാണ്, ഇനി മറ്റ് ഔട്ട്സൈഡ് പാർട്ടീസുമായിട്ടുള്ള കോർഡിനേഷൻ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മളുടെ പോളിസീസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കസ്റ്റമേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ചാനൽസ് ത്രൂ ആയിരിക്കും. സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസും മെത്തേഡ്സും ഉണ്ടായിരിക്കും. എംപ്ലോയീസിന് അവരുടെ പ്രോബ്ലംസ് ഒക്കെ മാനേജേഴ്സിനോട് പറയണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ചാനൽ ഉണ്ടായിരിക്കും.
ഈ രീതിയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതിലൂടെയാണ് ഒരു ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ ടേംസ് ഓഫ് ഗോൾസ് ആയിരിക്കാം, ഓർ മോഡ് ഓഫ് ദെയർ അച്ചീവ്മെൻ്റ് ആയിരിക്കാം, ആൻഡ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വർക്ക് ബീയിങ് പെർഫോംഡ് ബൈ വേരിയസ് ഇൻഡിവിജ്വൽ. ഇതൊക്കെ പോസിബിൾ ആകുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ്. ഇനി തേർഡ് വൺ, പ്രൊമോട്ട് കോപ്പറേഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, എംപ്ലോയീസും മാനേജേഴ്സും തമ്മിൽ കോപ്പറേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ട് കൂട്ടരുടെയും ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ദെൻ ഇൻക്രീസ് മാനേജറിയൽ എഫിഷ്യൻസി. മാനേജറിയൽ എഫിഷ്യൻസി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? പറഞ്ഞതുപോലെ നമ്മൾ എംപ്ലോയീസിന് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ എന്തൊക്കെയാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺവേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോളിസീസ് പറഞ്ഞു കൊടുക്കുക മാത്രമായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക, അതിന് വേണ്ട റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാകും, ജോബ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാകും. ഈ രീതിയിൽ എംപ്ലോയീസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽസിലൂടെയാണ്. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളൂ എംപ്ലോയീസിന് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ രീതിയിൽ മാനേജറിയൽ എഫിഷ്യൻസി നമുക്ക് സബോർഡിനേറ്റിനും കൂടെ പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് മോട്ടിവേഷൻ ആൻഡ് മൊറലാണ്. മോട്ടിവേഷൻ ആൻഡ് മൊറൽ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസ് ക്യാൻ ബ്രിങ് ദെയർ സജഷൻ, ഡിഫിക്കൽട്ടീസ് ആൻഡ് ഗ്രീവൻസസ് ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. ഏത് വഴി? അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കുള്ള ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്യാൻ പറ്റും, അവർക്കുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, ഇനി അവർക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അത് പാസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് തന്നെ കുറച്ച് സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാവും, അവരുടെ പ്രോബ്ലംസ് പാസ് ചെയ്യാം എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, എംഫസൈസ് ഓൺ എഫക്റ്റീവ് ലീഡർഷിപ്പ് ആണ്. എ ഗുഡ് ലീഡർ ക്യാൻ ഡയറക്റ്റ് ഹിസ് സബോർഡിനേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എന്താണ്, ഒരു മാനേജർ ഏറ്റവും നല്ലൊരു ലീഡറായിട്ട് മാറുന്നത് അയാൾക്ക് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളപ്പോഴാണ്. അയാളുടെ ഐഡിയാസ് പാസ് ചെയ്യുന്നത് പോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണെന്നുള്ളതും പാസ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആ ഗോളിലേക്ക് എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യാനും കഴിയണം. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മേക്ക് ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ലീഡർഷിപ്പ് പോസിബിൾ ആവുന്നുണ്ട്. ദെൻ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എൻ ഓർഗനൈസേഷൻ. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഓവറോൾ നമുക്ക് സ്മൂത്ത് ഫങ്ഷനിങ് വേണമെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. Then help to build contact with outside parties like customers, association or manufacturers, advertisers, suppliers, etc. നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണോ അവരൊക്കെയായിട്ട് നമുക്ക് കോൺടാക്റ്റ് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് മെയിനായിട്ടുള്ളൊരു ഏരിയ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഏതൊക്കെയാണോ എന്നുള്ളത് നോക്കുക. അത് നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അക്കോർഡിംഗ് ടു വേ ഓഫ് എക്സ്പ്രഷൻ, അക്കോർഡിംഗ് ടു ദെൻ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതും പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ രീതിയിലും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ചാനൽ വഴി മാത്രം, ഓക്കെ, നമുക്ക് വെറുതെ അവിടെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒന്നും പറയാതെ നമ്മളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആരാണോ അവർ വഴി മാത്രം നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ഫ്ലോ ഓഫ് ഒഫീഷ്യൽ ഇൻഫോർമേഷൻ ത്രൂ പ്രോപ്പർ പ്രീ ഡിഫൈൻഡ് ചാനൽസ് ആൻഡ് റൂട്ട്. എന്താ ചെയ്യുന്നത്? ഒഫീഷ്യൽ ഇൻഫോർമേഷനാണ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ ആൻഡ് പ്രീ ഡിഫൈൻഡ് ചാനൽസിലൂടെയാണ് നമ്മളിത് പാസ് ചെയ്യുന്നത്. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലൈൻ ഓഫ് കമാൻഡ് വഴി മാത്രമേ നമുക്കിത് പാസ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോളോസ് എ ഹയറാർക്കൽ സ്ട്രക്ചർ ആൻഡ് ചെയിൻ ഓഫ് കമാൻഡ്. ഹയറാർക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഏറ്റവും വലിയ അതില്ലെങ്കിൽ കമ്പനീൻ്റെ ഓണർ അതിൻ്റെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കുന്നു. ടോപ്പ് എക്സിക്യൂട്ടീവ്സ് അവർക്ക് താഴെയുള്ള മാനേജേഴ്സിനെ ഏൽപ്പിക്കുന്നു. ആ മാനേജേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെ ഏൽപ്പിക്കുന്നു. ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് അവിടെയുള്ള സൂപ്പർവൈസേഴ്സിനോട് പറയുന്നു. സൂപ്പർവൈസേഴ്സ് എംപ്ലോയീസിനോട് പറയുന്നു.
ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ ഈ ഒരു ഏറ്റവും താഴെയുള്ള സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് അവരുടെ ഒരു ഒപ്പീനിയൻ ഹയർ അതോറിറ്റിക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെയും അതോറിറ്റിയിലൂടെ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നേരിട്ടിട്ട് ഈ ഒരു എംപ്ലോയിക്ക് കമ്പനിയുടെ CEO അല്ലെങ്കിൽ ഓണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നില്ല. അപ്പോൾ ഹയറാർക്കൽ സ്ട്രക്ചറിലൂടെ മാത്രമാണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. ആൻഡ് ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കും. അതായത് 1 by 1 ആയിട്ട് മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ സ്ട്രക്ചർ ഈസ് ടിപ്പിക്കലി ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പോൾ ഈ ഒരു ഓർഡേഴ്സ് അല്ലെങ്കിൽ മെമ്മോ ഒക്കെ പാസ് ചെയ്യുന്നത് ഈ ഒരു ചെയിൻ ഓഫ് കമാൻഡ് വഴിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത് മെമ്മോ, ഇൻട്രാനെറ്റ്, മീറ്റിങ്സ്, കോൺഫറൻസ്. സാധാരണ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒരു മീറ്റിംഗ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യില്ല ചെയ്യാം. നമ്മൾ പ്രോപ്പറായിട്ടൊരു അജണ്ട എന്താണോ അല്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ മീറ്റിങ്സ് അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനിൽ നിന്നും ആൾക്കാരെ പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഇനി കോൺഫറൻസ് ആണെങ്കിലും അതുപോലെ തന്നെ. ഓക്കെ, ദെൻ മെമ്മോ അയക്കുകയാണെന്നുണ്ടെങ്കിലും മെമ്മോ എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം അയക്കുന്നതാണ് മെമ്മോ എന്ന് പറയുന്നത്. ഈ മെമ്മോ അയക്കുന്നത് നമ്മൾ ആ ഒരു അതോറിറ്റിക്ക് കീഴിൽ വരുന്ന ഓരോരുത്തരുടെയും പൊസിഷൻ അനുസരിച്ചിട്ടാണ് മെമ്മോസ് നമ്മൾ അയക്കുന്നത്. ഇതൊക്കെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അപ്പോൾ വരുന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വെരി സിസ്റ്റമാറ്റിക് ആൻഡ് എൻഷുവേഴ്സ് ഓർഡർലി ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ. ഒരു ഓർഡർ ഉണ്ടായിരിക്കും അതിന്. ആൻഡ് ദ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ക്യാൻ ബി ഈസിലി ലൊക്കേറ്റഡ്. ഈ സബോർഡിനേറ്റിന് കമാൻഡ് വരാൻ ചാൻസ് ഉള്ളത് അയാളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സിന് മാത്രമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാതെ എവിടുന്ന് വരുന്ന ഇൻഫോർമേഷനാണ്. സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ വളരെ ക്ലിയർ ആയിരിക്കും. And it is easy to fix the responsibilities of the different employees as there is proof for the information. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. അതൊരു പ്രൂഫാണ്. നമുക്ക് ഇയാളുടെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു വളരെ വാലിഡായിട്ടുള്ളൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഈസി ടു എക്സസൈസ് കൺട്രോൾ ഓവർ ദ വർക്ക് പെർഫോമൻസ്. എന്താണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് കീഴിൽ ഒരു 5 ആളാണുള്ളതെന്ന് വെച്ചാൽ ഈ 5 ആളുടെ വർക്ക് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾ എല്ലാവരെയും കൂടെ നോക്കുകയെന്ന് പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ കൺട്രോൾ ഈസി ആയിട്ട് എക്സസൈസ് ചെയ്യാൻ ഈ 5 ആളോട് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്ക് തിരിച്ചും ചെയ്യാം. അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോസിബിളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കൺട്രോളിങ് എളുപ്പമാവും. ബട്ട് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേരിലൂടെ പാസ് ചെയ്യേണ്ടി വരും. ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവും ആണ്. ദെൻ സുപ്പീരിയേഴ്സിൻ്റെ വർക്ക് ലോഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ഒരു തവണ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡിഫറെൻറ്റ് മാനേജേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഇത് 1 by 1 ആയിട്ട് പാസ് ചെയ്യേണ്ടി വരും. ദെൻ ഇൻഫർമേഷൻ മേ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് എന്ന് പറഞ്ഞാൽ അതിന് മാറ്റങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്ന ആൾ ഉദ്ദേശിച്ചിരിക്കുന്ന അതേ മീനിങ്ങോട് കൂടെ ആവണമെന്നില്ല ഇത് എൻഡിലുള്ള ആളുടെ അടുത്ത് എത്തുമ്പം. ഓക്കെ, നമ്മൾ ഒരാളോട് നമ്മളുടെ താഴെയുള്ള ഒരു മാനേജറോട് പറഞ്ഞു, ആ മാനേജർ എടുത്തിരിക്കുന്ന മീനിങ്ങിലൂടെ ആയിരിക്കും അയാൾക്ക് താഴെയുള്ള ആളോട് പറയുന്നത്. ദെൻ അയാൾക്ക് മനസ്സിലായതിൻ്റെ ഭാഗം മാത്രമേ ഏറ്റവും എൻഡിലുള്ള ആൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു 100% കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിൻ്റെ 50%ഓ അതിൽ കുറവ് മാത്രമേ ഉള്ളൂ ഏറ്റവും എൻഡിലുള്ള ആൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റോർട്ടഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ക്രിയേറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. ഇവർ തമ്മിലുള്ള അതായത് അവിടെ ഒരു ഈഗോ ക്ലാഷ് വരാനോ അതല്ലെങ്കിൽ അവർക്കൊരു സ്റ്റാറ്റസ് ഇഷ്യൂസ് വരാനോ ഉള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ഒരു ഫോർമൽ അതോറിറ്റിയിലൂടെ മാത്രം കിട്ടുന്ന സമയത്ത്. നമുക്കൊരു അതല്ലാത്ത ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി അതിൻ്റെ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ ചാനൽസ് അല്ലാതെ നമ്മൾ ഫ്രണ്ട്ലി ടോക്കായിട്ട് സംസാരിക്കുന്നതിനാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ചിങ് ഓഫ് ഇൻഫർമേഷൻ ഔട്ട്സൈഡ് ദ ഫോർമൽ ചാനൽസ് സച്ച് ആസ് ഓഫീസ് മെമ്മോസ് ഓർ ഷെഡ്യൂൾഡ് മീറ്റിംഗ്സ്. നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സ്ട്രിക്റ്റ് മീറ്റിങ്സിലൂടെ അല്ലാതെ നോർമൽ നമ്മളുടെ ടോക്സ് നമ്മുടെ കൊളീഗ്സായിട്ട് സംസാരിക്കുന്നത് അതിനൊക്കെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓർ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്.
ഗ്രേപ്പ് വൈൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് ഗ്രേപ്പ് മോഡലാണ്. കാരണം എന്താണ്? മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്, ഒരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഗ്രേപ്പിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഒരു പ്രത്യേക ഓർഡർ ഇല്ലാതെ ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പോസിബിളായിട്ട് വരുന്നത്. അണ്ടർ ഗ്രേപ്പ്വൈൻ സിസ്റ്റം ദ ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ മാറ്റേഴ്സ് ആർ ഡിസ്കസ്ഡ് ആൻഡ് ഇൻഫർമേഷൻ മേ ബി കൺവേഡ് ബൈ എ സിമ്പിൾ ഗ്ലാൻസ്, ജസ്റ്റർ, നോഡ്, സ്മൈൽ ഓർ മിയർ സൈലൻസ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചില നോട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ നോഡ് ചെയ്യുന്ന തല, ചിലർ സംസാരിക്കുമ്പം തലയും കൂടെ ആട്ടി സംസാരിക്കും, അത് നോഡിങ് ചെയ്യുക. സ്മൈൽ, ചിലർ നല്ല പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇതൊക്കെ നമ്മളുടെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ഇത് പല സിറ്റുവേഷൻസിൽ പല ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ എല്ലാവരും കേൾക്കണം എന്നില്ല. അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് എ ഗ്രേറ്റർ സ്പീഡ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർക്ക് പാസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോരുത്തരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, സുപ്പീരിയേഴ്സിനെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ദെൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ആൻഡ് നാച്ചുറൽ ആൻഡ് നോർമൽ ആക്ടിവിറ്റി. നമ്മൾ നോർമലി ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൈനാമിക് ആൻഡ് ഇറ്റ് ഈസ് മോർ ഇൻഫ്ലുവൻഷ്യൽ ദാറ്റ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇമോഷൻസ് കൺവേ ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പാസ് ചെയ്യാനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് നല്ലത്. ദെൻ ഏബിൾ ടു കളക്ട് ഇൻഫോർമേഷൻ വിച്ച് കനോട്ട് ബി കളക്റ്റഡ് ത്രൂ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ചില കാര്യങ്ങൾ നമ്മൾ ഒഫീഷ്യൽ മാറ്റേഴ്സിലൂടെ സംസാരിച്ചാൽ നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമൽ ചാനൽസ് വഴിയാണ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ചില നമ്മൾ ഫ്രണ്ട്ലി ടോക്കിലൂടെ മാത്രം കിട്ടുന്ന കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് മീറ്റ് സോഷ്യൽ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. നമ്മളുടെ ചിലർക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ അവിടെ ഫോർമലി നമ്മളൊരു കാര്യം പറഞ്ഞാൽ അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളുടെ സോഷ്യൽ നീഡ്സ്, നമുക്ക് ചിലപ്പോൾ ലവ് ആൻഡ് എഫെക്ഷൻസിൻ്റെ കുറച്ച് നീഡ് ആവശ്യമായിട്ടുള്ള സമയങ്ങളുണ്ടാവും. അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഇൻഫോർമൽ ടോക്കാണ് ഏറ്റവും നല്ലത്. ദെൻ ടാക്ട് ആസ് എ സപ്ലിമെൻറ്റ് ടു ദ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്ന കാര്യം, ഒഫീഷ്യലി ഓർഡർ ചെയ്തിരിക്കുന്ന കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫോർമൽ ഒരു ടോക്കിൻ്റെയും കൂടെ ആവശ്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദെൻ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? പോസിബിലിറ്റി ഓഫ് സ്പ്രെഡിങ് മിസ്ലീഡിങ് ഓർ ഹാഫ് ട്രൂത്ത് ഇൻഫർമേഷൻ എമംഗ് ദ എംപ്ലോയീസ്. എന്തുണ്ടാവും? ചില കാര്യങ്ങൾ നമ്മൾ ഇൻഫോർമലി ടോക്ക് ചെയ്യുന്ന സമയത്ത് മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അത് തെറ്റായ കാര്യങ്ങൾ പോലും ഈ രീതിയിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ലാക്ക് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ലെസ് ഡിപ്പെൻഡബിൾ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ, ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിന് ഫിക്സ് ചെയ്യാം, റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന സോഴ്സിൽ നിന്നാണ് നമുക്കിത് കിട്ടിയെന്നുള്ളത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ എവിടെ നിന്നോ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ്റെ ബേസിസിലാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് മേ ബി ഡിസ്റ്റോർട്ടഡ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും രീതിയിൽ ആ ഒരു കണ്ടൻറ്റ് പോകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പിൽ ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഓക്കെ.